അപ്പോൾ ഞങ്ങൾ പോയി വരട്ടെ മക്കളെ. അപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ മേപ്പാടി ചൂരൽമല റൂട്ടിൽ, പണ്ടൊക്കെ മേപ്പാടിയിൽ നിന്ന് ചൂരൽമല റൂട്ടിൽ 300 എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ജീപ്പിലൊക്കെ പോയിരുന്നത്. അപ്പോൾ ആ സ്ഥലപ്പേര് 300 തോന്നുന്നുണ്ട് എനിക്ക്. അവിടെ അങ്ങനത്തെ ഒരു കുടിയിരിക്കലുണ്ട്, ഞങ്ങളൊരു കുടുംബത്തിൽപ്പെട്ട ആളെ വീട്ടിൽ കേട്ടോ. വയനാട്ടിലേക്ക് ആദ്യമായിട്ട് പോണോല് ഒക്കെ ഉണ്ട് കേട്ടോ ബസ്സിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നു, ഞങ്ങളെ ബസ് ചുരം കയറ്റം തുടങ്ങിയിട്ടോ. അങ്ങനെ ചുരമൊക്കെ കയറി കഴിഞ്ഞ് മേപ്പാടി ടൗണും കഴിഞ്ഞ് ഞങ്ങൾ ചൂരൽമല റൂട്ടിൽ ഇങ്ങനെ കുടിയിരിക്കലിൻ്റെ അവിടേക്ക് ഏകദേശം എത്തി തുടങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ആ 300 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടോ. ഇനി 300 എന്നുള്ളത് വേറെ വല്ല പേരുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഏതായാലും വീട്ടിൽ കൂടിൻ്റെ അവിടേക്ക് ഇറങ്ങാനുള്ള വഴിയാണ്, നല്ല കുത്തനുള്ള വഴിയാണ്. നല്ലോണം നോക്കേണ്ടി വരും ഇറങ്ങുമ്പോൾ. എന്തായാലും ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചന്തി കുത്തി വീണ് കാണ്ടൊക്കെ തുമ്പില്ലാതാവും. അങ്ങനെ ഈ വരുന്ന ആളാണ് കേട്ടോ പുതിയ വീടിന്റെ ഗ്രഹനാഥൻ. എന്താണ് അറിയോ? പറ്റില്ലല്ലോ. പിന്നെ അറിയോ? കുഞ്ഞുട്ടിയാണ്. അതാണ് സിദ്ദീഖിന്റെ തറവാട് കേട്ടോ. ഇതാണ് പുതിയ വീട്. മാഷാ അല്ലാ. അപ്പോൾ ഇതാണ് നമ്മളെ വയനാട്ടിലെ സിദ്ദീഖിന്റെ പുതിയ വീട് കേട്ടോ. സൗഹൃദത്തിൻ സ്നേഹമെന്നും മനസ്സിൽ കുറിച്ചിടുന്നു നാളെന്നെന്നും. ഇത് പുറത്തേക്കൊരു അടുക്കള ഇറക്കി ഉണ്ടാക്കിയാട്ടോ. മാഷാ അല്ലാ, നല്ല ഉഷാറാ. ഇതിങ്ങനെ ഒരു ബാൽക്കണി.